അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, ഇന്ന് ഖബറിൻ്റെ മണ്ണിനടിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ മുഖം മനസ്സിൽ കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാകാം, ഉപ്പയാകാം, ഉറ്റവരാകാം, ഉടയവരാകാം, സ്നേഹിതന്മാരാവാം. അവർക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ല. അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ നെഞ്ചെന്ന് പിടയും. നമ്മൾ ഇവിടെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി അവിടെ വെളിച്ചമെത്തിക്കാൻ നാം ചെയ്യേണ്ട 4 കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഇൻഷാ അല്ലാഹ്. 1. അവർക്കുള്ള ദുആയാണ്, നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് അവരുടെ രക്ഷ. മറ്റൊരാളുടെ സഹായം അവർക്ക് കിട്ടാനില്ല. 2. സദഖത്തുൽ ജാരിയ. അവർ മരിച്ചെങ്കിലും അവരുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും ഒരു പാലമായി അവരുടെ ഖബറിലേക്ക് എത്തുന്നു. ഉദാഹരണമായി, പള്ളിയുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം നൽകാനോ അവരുടെ പേരിൽ നിങ്ങൾ സഹായിക്കുക. 3. അവർക്കുള്ള ബാധ്യതകൾ തീർക്കുക. അവർ തീർപ്പാകാതെ പോയ കടങ്ങൾ, ആരുടെയെങ്കിലും വീടാനുള്ള ബാധ്യതകൾ, ഇത് തീർക്കുന്നത് വരെ അവർക്ക് സമാധാനമില്ല. നിങ്ങൾ അത് ഏറ്റെടുക്കുക, എങ്കിലേ അവർക്ക് ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. 4. അവർക്ക് വേണ്ടി പൂർത്തിയാക്കുക. ഹജ്ജ് പോലെയുള്ള പുണ്യകർമ്മങ്ങൾ അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ, അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായി ജീവിതകാലത്ത് ചെയ്യാതെയാണ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ നിയ്യത്തിൽ നിങ്ങളത് പൂർത്തിയാക്കി അവർക്ക് പ്രതിഫലം നേടിക്കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രവൃത്തികൾ അള്ളാഹു സ്വീകരിച്ചാൽ ആ ഖബർ ജീവിതം അവർക്ക് സ്വർഗതുല്യമാകും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ മരണപ്പെട്ടു പോയ ഉപ്പമാര്, ഉമ്മമാര്, ഉറ്റവര്, ഉടയവര് ആരൊക്കെയുണ്ടോ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്.